മുത്തശ്ശൻ ദേവ്യാനിക്ക് ആരാണ് വിഷം കൊടുത്തതെന്നുള്ളത് തെളിയിക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് അനന്തപുരിയിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ ദേവ്യാനിയുടെ അസുഖം ഏകദേശം ഭേദപ്പെട്ടിരിക്കുകയാണ്. നയനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കാര്യം എങ്ങനെ മുത്തശ്ശന് വെറുതെ വിടാൻ പറ്റില്ല. പോലീസുകാരെ അറിയിച്ചില്ലെങ്കിലും മുത്തശ്ശൻ അത് കണ്ടെത്തിയിരിക്കും. എന്തായാലും മുത്തശ്ശൻ ഓരോരുത്തരോടും വിറപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം പ്രതിക്ക് മുത്തശ്ശന് മുന്നിൽ കുറ്റങ്ങൾ ഏറ്റുപറയേണ്ടി വരുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ആദർശ് മുത്തശ്ശന്റെ മുറിയിലോട്ട് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ദേ കൊച്ചുമോൻ വന്നല്ലോ. എന്തിനു മുത്തശ്ശി എന്നെ കാണുന്നു പറഞ്ഞ്? പറയാം, അതങ്ങനെ എടിപിടിയെന്ന് പറയാൻ പറ്റുന്നതല്ല. ആദർശിന് എന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല മുത്തശ്ശ, ഈ ഇടയായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ നിനക്ക് മറക്കാൻ പറ്റുമോ മോനെ? ഒരിക്കലും ഇല്ല മുത്തശ്ശ. എന്റെ ഹൃദയത്തിന്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരാ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തോട് മല്ലടിച്ചിരുന്നത്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല മുത്തശ്ശ. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാ ദൈവം ആ പ്രാർത്ഥന സ്വീകരിച്ചത്. അതുകൊണ്ടാ ദേവ്യാനിയും നയനമോളും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. നയനമോൾക്ക് നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് കരുതിയെങ്കിലും ദേവ്യാനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് നമ്മുടെ നയനമോളാ. അതേ മുത്തശ്ശ, നയനയുടെ മനസ്സെന്നിട്ടും എന്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. മോൻ വിഷമിക്കാതിരിക്കെ, ദേവ്യാനി എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ഇതൊന്നും പറയാനല്ല ഞാൻ മോനെ വിളിപ്പിച്ചത്. ഇപ്പൊ ഉണ്ടായ സംഭവങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല. ദേവ്യാനി കുടിച്ച പാലിൽ എങ്ങനെ വിഷം വന്നു? ഒന്നെങ്കിൽ നവ്യമോളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്, അല്ലെങ്കിൽ ദേവ്യാനിയെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാ. ഇത് രണ്ടായിരം ഒരു ജീവൻ എടുക്കാനായിരുന്നില്ലേ അയാളുടെ ഉദ്ദേശം? അതേ മുത്തശ്ശ, ആരാണ് ഈ ക്രൂരത നമ്മളോട് ചെയ്തതെന്ന് എനിക്കറിയണമെന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ മോനെ, പുറത്തുനിന്ന് ആരുമല്ല ഇത് ചെയ്തത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട് മുത്തശ്ശ. നമ്മുടെ വീട്ടിൽ ആരോ ആണ് ഇത് ചെയ്തത്, അല്ലാതെ പുറമേ നാരം അന്നേ ദിവസം നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടില്ല. ഇടയ്ക്ക് അനാമികയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ സംശയം തോന്നുന്ന വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ 1-2 പേരെ സംശയമുണ്ട് മുത്തശ്ശ. ആരാ? അത് ഒന്നാമത്തത് അപ്പച്ചി അബിയും തന്നെയാ. അവരാണല്ലോ പണ്ട് മുതലേ ഇങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം തന്നെയാ അബി നവ്യെ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ ഒരൊറ്റ ദിവസം അവന്റെ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സംഭവം അറിഞ്ഞതു മുതൽ അവൻ നവ്യെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഇത് നവ്യക്ക് കിട്ടേണ്ടതായിരുന്നു. അത് മാറി അമ്മയ്ക്ക് വന്നതുകൊണ്ട് തന്നെ അവന്റെ സ്നേഹം ചോർന്നു പോയെന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അവനായിരിക്കാം. എന്നാ എനിക്ക് 1-2 പേരെ വേറെയും സംശയമുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരായാലും പറയും മോനെ. അത് മുത്തശ്ശ, വേറെ ആരുമല്ല, അനാമികയും അവളുടെ അച്ഛനും അമ്മയും തന്നെയാ. അവരെയും സംശയമുണ്ട് മുത്തശ്ശ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരെയും വിളിച്ചു നിർത്തി സത്യാവസ്ഥ അറിയണം. മോൻ ചെന്നിട്ട് എല്ലാവരും താഴേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറ. ശരി മുത്തശ്ശ. ഇതും പറഞ്ഞ ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി വയ്ക്കുന്നുണ്ട്, ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവാ? ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ക്രിമിനൽ ഉണ്ടാകുമ്പോൾ അത് കണ്ടെത്തേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അയാള് നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കിയത്. ഇത് പോലീസിനെ പോലും അറിയിക്കാതെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. താൻ വാ. ഇതും പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശിയുടെ കൈ പിടിച്ച് ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കും ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജയനും അജയനൊക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തിനാ അച്ഛാ എല്ലാവരും വിളിപ്പിക്കുന്നേ? പറയാം, എല്ലാവരും വരട്ടെ. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അബി ജലജയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതെന്തിനാ എല്ലാവരെയും ഈ കിളവൻ വിളിച്ചു കൂട്ടുന്നേ? എനിക്കറിയില്ല. ഈ കിളവന് വല്ലതും എല്ലാവർക്കും എഴുതി തരാൻ തോന്നിയോ ആവോ? അതിപ്പോ സംഭവിക്കും, അമ്മ നോക്കിയിരുന്നു. പിന്നെ കാണിക്കുന്നത് അനിയും അനാമികയാണ്. അവര് മുറിയിൽ തന്നെ നിൽക്കാട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, ദേ അനാമിക, എത്ര സമയമായി മുത്തശ്ശൻ താഴോട്ട് വരാൻ പറഞ്ഞിട്ട്? ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ. അയ്യോ, നിന്റെ മുത്തശ്ശൻ ആരാ? അങ്ങേരെ വിളിക്കുമ്പോഴേക്കും ആ കൃത്യസമയത്ത് അവിടെ എത്തിപ്പോണം. 1 മിനിറ്റ് വൈകിയാൽ എന്താ, അങ്ങേരെ കൊല്ലുവോ? അനാമികെ, വെറുതെ എന്റെ മുത്തശ്ശനോടൊന്നും പറയണ്ട. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോവാ. അപ്പൊ തന്നെ ആദർശം അങ്ങോട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അനി, ദേ ഏട്ടൻ വിളിക്കുന്നു. എടാ അനി, എത്ര സമയമായി വരാൻ പറഞ്ഞിട്ട്? നിങ്ങൾ മാത്രം അങ്ങോട്ട് എത്താത്തുള്ളൂ. ഇവളുടെ ഒരുക്കം കഴിയണ്ടേ? അനാമികെ, മുത്തശ്ശനാ വിളിക്കുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്ക്. അനി, അവളെ കൊണ്ട് പെട്ടെന്ന് വാ. ഇതും പറഞ്ഞ് ആദർശ് അവിടുന്ന് പോവാട്ടോ. ഓക്കെ, പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും എത്തിയല്ലോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും എത്തി മുത്തശ്ശ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഈ ഇടയായിട്ട് അനന്തപുരി തറവാട്ടിൽ പല സംഭവങ്ങളും നടന്നു. നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങൾ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഈ വീട്ടിലുള്ളവരെ തന്നെ പരസ്പരം കൊല്ലാൻ നോക്കുന്നു. ഇതിനും ഭേദം ആ വ്യക്തിക്ക് സ്വയം കഴുത്തറുത്തങ്ങ് ചാവുന്നതാ. ഇത്രയും ക്രൂര മനസ്സിലാ ആരാ അനന്തപുരിയിലുള്ളത്? അപ്പൊ ജാനകി പറയുന്നുണ്ട്, അച്ഛാ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ നിൽക്കുന്ന നയനക്ക് അനുകൂലമായിട്ടാ കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് നയന് തന്നെ ഇത് ചെയ്തതെന്ന് ഉറപ്പിക്കാലോ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ചോദിക്കും, നിങ്ങൾ അതിനുള്ള മറുപടി തന്നാ മതി. അതും ചോദിക്കുന്നവർ മാത്രം മറുപടി തന്നാ മതി, അല്ലാത്തവർ ശബ്ദിച്ചു പോവരുത്. എന്നാ മുത്തശ്ശന്റെ ഈ രീതികളൊക്കെ കണ്ടിട്ട് നയന് പറയുന്നുണ്ട്, ഓ ഇങ്ങേരാരാ പോലീസോ? പോലീസുകാരേക്കാൾ അങ്ങേപ്പുറ. അപ്പൊ അനി പറയുന്നുണ്ട്, എടി
ഒന്ന് പെറുപെറുക്കാതെ മിണ്ടാതിരിക്കി. അപ്പൊ മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട്, ആ സമയത്ത് നീ കിച്ചണിൽ കയറി മോള് തണുക്കാൻ വെച്ച പാലിൽ നീ വിഷം കലർത്തി. അങ്ങനെ പറഞ്ഞാ ഇവിടെ എല്ലാവരും വിശ്വസിക്കില്ലേ? അച്ഛാ, അതിന് ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ലല്ലോ. ഇല്ലെന്ന് നിനക്കല്ലേ അറിയൂ. ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാ എല്ലാവർക്കും അത് വിശ്വസിക്കാനല്ലേ പറ്റൂ. അച്ഛാ, ഞാനല്ല അത് ചെയ്തത്. ഇതുപോലെ തന്നെയാണ് നയനമോളുടെ അവസ്ഥ. ആ കുട്ടി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. തെറ്റിദ്ധാരണയുടെ പുറത്ത് ആരെയും ഇവിടെ സംശയിക്കാനാകില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ആര് ഈ ചതി ചെയ്താലും അതിവിടെ കണ്ടെത്തിയിരിക്കും. പോലീസിലേക്ക് ഈ കാര്യം പോവാതിരുന്നത് ഞാൻ കാലങ്ങളാൽ ഉണ്ടാക്കിയ എന്റെ സൽപ്പേര് നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാ. എങ്കിലും ഇത്രയും കഷ്ടപ്പെടുത്തിയ പ്രതിയെ കണ്ടെത്തേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. അതും പ്രതി ഈ വീട്ടിൽ തന്നെ ഉള്ളപ്പോ കാര്യങ്ങൾ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാനൊരു അരമണിക്കൂർ സമയം തരാം. നല്ലോണം ആലോചിച്ചും കണ്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. അതായത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കണമെന്ന്. അഥവാ സത്യമല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ തെളിയിച്ചിരിക്കും. അരമണിക്കൂർ സമയം തരും. ചിന്തിച്ചാലോചിച്ച് സത്യങ്ങൾ പറയാൻ തയ്യാറെടുക്കുക. ഇതും പറഞ്ഞ മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അനാമികയ്ക്ക് ആകെ തലകറങ്ങുന്നുണ്ട്. അനാമിക അത് പറഞ്ഞപ്പോ തന്നെ മുറിയിലോട്ട് ഓടി പോവാണ് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ രേവതിയെ വിളിക്കുന്നുണ്ട്. ഓ എന്റെ പൊന്നമ്മേ, ഒന്ന് ഫോൺ എടുക്ക്. അല്ലേനെ ആവശ്യത്തിന് വിളിച്ച അമ്മ ഫോൺ എടുക്കത്തൂല്ല. അപ്പൊ തന്നെ രേവതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ അമ്മേ. ആ എന്താ മോളെ? അമ്മേ, അച്ഛനും അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തിനാ മോളെ? ഇപ്പൊ അച്ഛൻ ഇവിടെ ഇല്ല. ഏതോ കടക്കാരൻ വിളിച്ചോണ്ട് പോയിക്കുവാ. അല്ല മോളെ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു. മോളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത വല്ല ഗോൾഡും ഉണ്ടോ? തൽക്കാലം അയാൾ ഒരു 50,000 കൊടുത്ത് നിർത്താം. അമ്മേ, അമ്മയ്ക്ക് അവിടെ പണം. ഞാനിവിടെ ആകെ പെട്ടിരിക്കുവാ. എന്താ മോളെ, എന്താ കാര്യം? അമ്മേ, എനിക്കാകെ തല കറങ്ങുന്ന പോലെ. അച്ഛനമ്മ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോ. നീ എന്താ കാര്യമെന്ന് പറ. അമ്മേ, ഇവിടെ തെളിവെടുപ്പ് നടത്താൻ പോവാ. എന്ത് തെളിവെടുപ്പ്? അമ്മേ, അന്നത്തെ പ്രശ്നം അവിടെ തീർന്നു എന്ന് ഞാൻ കരുതിയതാ. പക്ഷെ ഇതിവിടം കൊണ്ടൊന്നും തീരും തോന്നുന്നില്ല. എന്റെ അമ്മേ, വല്യമ്മയ്ക്ക് വിഷം കൊടുത്ത പ്രശ്നമില്ലേ? അല്ല, അവർക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. കുഴപ്പമില്ലാതിരുന്നിട്ടെന്താ? ഇത് പോലീസ് കേസ് ആക്കാതിരുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. ആ കിളവൻ തെളിവെടുപ്പ് നടത്താൻ പോവാ. കൂടെ ഏതോ പ്രശസ്ത സൈക്കോളജിസ്റ്റും ഉണ്ട്. അമ്മേ, എന്റെ ഉള്ളിലുള്ളതൊക്കെ അയാൾ പുറത്തു കൊണ്ടുവരും. അമ്മേ, ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. ഈ കാര്യം നേരത്തെ അറിയെങ്കിൽ മോൾക്കും നമുക്കും കൂടി എങ്ങോട്ടേലും മാറി നിൽക്കായിരുന്നു. എങ്ങനെ മാറി നിൽക്കാമേ? ഇത് കടം കൊടുക്കാനുള്ളതല്ലല്ലോ. എന്നാലും എന്തെങ്കിലും പറഞ്ഞ് മോൾ അവിടുന്ന് മാറ്റി നിർത്തായിരുന്നു. ഇതിപ്പോ കൃത്യസമയത്തിനല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അമ്മേ, ആകെ അരമണിക്കൂർ തന്നിരിക്കുക. ആലോചിച്ചും കണ്ടും സത്യം മാത്രം പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മേ, വല്ല ഹിപ്നോട്ടിസോ ചെയ്യോ അവര്? ആ സമയത്ത് ഞാനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയില്ലേ? എല്ലാം നമുക്കാണല്ലോ അമ്മയെ തിരിച്ചടിയായി കിട്ടുന്നത്. നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് വല്യമ്മയ്ക്ക് കിട്ടി. അമ്മ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ. മോള് ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാനൊന്ന് വേണേട്ടന് വിളിച്ചു നോക്കട്ടെ. മോൾ ഫോൺ വെച്ചേ. ശരിയമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കണേ. ആ, ഞാൻ വിളിക്കാം. ഇതും പറഞ്ഞ രേവതി ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ പേടിച്ച് വിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ് കാണിക്കുന്നത്. അനാമിക സംസാരിച്ച് ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ പിന്നിൽ കർട്ടന്റെ സൈഡിൽ നിന്ന് ദേവ്യാനിയെ കാണിക്കുന്നുണ്ട്. അതായത് സകല കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ദേവ്യാനി അവിടെ നിൽക്കുന്നത്. ദേവ്യാനി അനാമികയെ പിന്നിൽ നിന്നും ദേഷ്യത്തോടെ സൂക്ഷിച്ചു നോക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.